ഭൗതികവുമായ മാർഗത്തിലൂടെ അള്ളാഹുവിനെ മാത്രമേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രധാന ഭാഗമാണ്. അത് ശരിയാ, സംശയമില്ല. അദൃശ്യമായി സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. അഭൗതികമായി സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ, മറ്റൊരാൾക്കും സഹായിക്കാൻ കഴിയില്ല. പക്ഷെ അടുത്ത വാചകം എന്താ? മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. ജിന്നുകൾക്കും മലക്കുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൽ ശിർക്കും കുഫറും വന്നു. കാരണം എന്താ? അത് അദൃശ്യമാണല്ലോ, അത് അഭൗതികമാണല്ലോ എന്നാണ് എടവണ്ണ സുല്ലമി മനസ്സിലാക്കിയത്. എന്നാൽ അദൃശ്യമായി സഹായിക്കാൻ റബ്ബിനെ കഴിയൂ, അഭൗതികമായി സഹായിക്കാൻ റബ്ബിനെ കഴിയൂ, ദോഷം വരുത്താൻ റബ്ബിനെ കഴിയൂ എന്ന് നാം പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ച പ്രയോഗിച്ച അദൃശ്യമെന്ത്, അഭൗതികമെന്ത്, അത് യഥാർത്ഥത്തിൽ ഇതിന് വിരുദ്ധമല്ല. അവിടെ നാം പ്രയോഗിച്ച അദൃശ്യവും അഭൗതികവും മറഞ്ഞ വഴിയുമെല്ലാം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ എന്നർത്ഥത്തിലാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ. എന്താ ഈ കാര്യകാരണ ബന്ധം? സാധാരണക്കാർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അല്ലാഹു തആല ഈ ദുനിയാവിൽ ഏതു സൃഷ്ടിക്കും നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയാണ്, ആ സംവിധാനമാണ്, ആ സിസ്റ്റമാണ് കാര്യകാരണ ബന്ധം. ഏതു കാര്യം നടക്കാനും നിശ്ചയിക്കപ്പെട്ടൊരു കാരണം, ആ കാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യം നടക്കുക. വിശപ്പ് മാറണോ? ഭക്ഷണം കഴിക്കണം. അതൊരു കാര്യകാരണ ബന്ധമാണ്. ഈ കാര്യകാരണ ബന്ധമില്ലാതെ വിശപ്പ് മാറ്റിത്തരാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയും, പടച്ച റബ്ബിനു മാത്രം. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരാളുടെ വിശപ്പ് ശമിപ്പിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. അതാണ് അഭൗതികമായ സഹായം, അതാണ് അദൃശ്യമായ സഹായം, അതാണ് മറഞ്ഞ വഴിക്കുള്ള സഹായം. ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം ഒരാൾക്ക് വാങ്ങിക്കൊടുത്ത് അവൻ്റെ വിശപ്പ് മാറ്റുക എന്നുള്ളത് തെളിഞ്ഞ വഴിക്കുള്ള സഹായം, ദൃശ്യമായ വഴിക്കുള്ള സഹായം, ഭൗതികമായ വഴിക്കുള്ള സഹായം, കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഹായം. ഇതല്ലാത്ത വഴി സഹായിക്കാൻ റബ്ബിന് മാത്രമേ കഴിയൂ. വിത്തിടാനും വളമിടാനും വെള്ളമൊഴിക്കാനും പരിചരിക്കാനും ഒക്കെ സാധിക്കും. അതുവഴി വിളവുണ്ടാക്കാനും കഴിയും നമുക്ക്. അത് കാര്യകാരണ ബന്ധം. അതുകൊണ്ട് വിത്തിടാൻ പലർക്കും നമ്മെ സഹായിക്കാൻ പറ്റും, വളമിടാൻ പലർക്കും നമ്മളെ സഹായിക്കാൻ പറ്റും, വെള്ളമൊഴിക്കാൻ പലർക്കും നമ്മെ സഹായിക്കാൻ പറ്റും. എന്നാൽ മുളപ്പിക്കാൻ ഒരാൾക്ക് നമ്മെ സഹായിക്കാൻ കഴിയില്ല. ഇതെല്ലാം ചെയ്തു മുളക്കുന്നില്ല, എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാൻ കഴിയില്ല. മുളപ്പിക്കുന്നവൻ അല്ലാഹ് മാത്രം. ഇനി വിത്ത് ഇടാതെ അവിടെ ഒരു മരം മുളപ്പിക്കാൻ കഴിയുമോ? പടച്ച റബ്ബിന് മാത്രം കഴിയും, മറ്റാർക്കും കഴിയില്ല. ഒരു വിത്തിട്ടില്ലെങ്കിലും സ്വമേധയാ ഒരു മരമുണ്ടാക്കാൻ റബ്ബിന് കഴിയും. കാര്യകാരണ ബന്ധം റബ്ബിന് ആവശ്യമില്ല. എന്നാൽ ആ നിലയ്ക്ക് മറ്റാർക്കെങ്കിലും കഴിയുമോ? ഒരാൾക്കും കഴിയില്ല. കഴിയുമെന്ന് വിശ്വസിച്ചാലോ ശിർക്കായി. തങ്ങൾ പറയാ, നീ വിത്ത് നിറക്കണ്ട, നീ പാടത്ത് ഒരു പണിയും എടുക്കണ്ട, വീട്ടിൽ പോയി കിടന്നു നീക്ക് വിളവുണ്ടായിക്കോളും എന്ന് പറഞ്ഞാൽ, തങ്ങളാ വാക്കുണ്ടായ അത് നടക്കുമെന്ന് ഇവൻ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണ്. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഈ തങ്ങൾക്കും പലതിനും കഴിയുമെന്ന് ഇവൻ വിശ്വസിക്കുന്നു. അഭൗതികമായ വഴിയിൽ പലതും ചെയ്യാൻ ഈ തങ്ങൾക്കാകുമെന്ന് ഇവൻ വിശ്വസിക്കുന്നു. അവിടെയാണ് ശിർക്ക് വരുന്നത്. അപ്പോൾ എടവണ്ണ സുല്ലമി മനസ്സിലാക്കി, സിഹ്ർ ചെയ്യുന്ന മനുഷ്യൻ പിശാചിനെ സേവിച്ച് പിശാചിനെ പൂജിച്ച് അവൻ്റെ സ്വന്തക്കാരനായി മാറി അവൻ്റെ ചില സഹായങ്ങൾ നേടിയെടുക്കുന്നു. ആ സഹായം എങ്ങനെ? പിശാചിന് അല്ലാഹു നൽകിയ ഒരു വ്യവസ്ഥയുണ്ട്, പിശാചിന് അല്ലാഹു നൽകിയ ഒരു സിസ്റ്റമുണ്ട്, പിശാചിൻ്റെ ഒരു കാര്യകാരണ ബന്ധമുണ്ട്. അവൻ നമ്മെ കാണുന്നു, അവൻ നമ്മുടെ ശബ്ദം കേൾക്കുന്നു, അവൻ നമുക്കിടയിലെല്ലാം വസിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ പല വഴികളിൽ നമ്മെ പിഴപ്പിക്കാൻ ശ്രമിക്കുന്നു, മാനസികമായും ശാരീരികമായും അവൻ നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഈ ഉപദ്രവങ്ങളും ഇവൻ്റെ ഈ കാഴ്ചയും
ഇവൻ്റെ ഈ കേൾവിയും അദൃശ്യമായ മാർഗത്തിലാണോ? പിശാച് നമ്മളെ കാണുന്നു എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. പിശാച് നമ്മളെ കാണുന്നത് നാം അങ്ങോട്ട് കാണുന്നില്ല. ആ അർത്ഥത്തിൽ പിശാചിൻ്റെ കാഴ്ച അദൃശ്യമാണെന്ന് പറഞ്ഞുകൂടെ? പറയാം. പക്ഷേ അദൃശ്യമായി കാണാനും കേൾക്കാനും സഹായിക്കാനും ഉപദ്രവിക്കാനും റബ്ബിനെ കഴിയൂ എന്ന് പറഞ്ഞെടുത്തുള്ള അദൃശ്യം എന്താ? ഈ അദൃശ്യമാണോ? അല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത്. അത് ബഹുമാന്യനായ രണ്ടത്താണ് സെയ്ദ് മൗലവി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഇറക്കിയ തൗഹീദിന് വേണ്ടി ധന്യജീവിതം എന്ന ഈ പുസ്തകം, ഇതിൻ്റെ 127-ാമത്തെ പേജിൽ സെയ്ദ് മൗലവിയുടെ ലേഖനം കൊടുക്കുന്നുണ്ട്. ഏകദൈവ സിദ്ധാന്തം എന്ന ലേഖനം. ആ ലേഖനത്തിൽ 127-ാമത്തെ പേജിൽ പറഞ്ഞു, അങ്ങേയറ്റത്തെ താഴ്മയും വിധേയത്വവുമാണ് ഇബാദത്ത്. ബൈലാവി 1 പേജ് 3. അതായത് ഒരു മനുഷ്യ മനസ്സിൽ ഉണ്ടാകാവുന്ന അങ്ങേ അറ്റത്തെ വിനയവും വിധേയത്വവും കാണിക്കുക എന്നതാണ് ഇബാദത്ത്. ഹൃദയത്തിൽ ഒരു വസ്തുവിൻ്റെ നേരെ ഈ ഒരു അവസ്ഥ ജനിക്കണമെങ്കിൽ ആ വസ്തുവിന് മറഞ്ഞ വഴിക്ക് തന്നെ എന്തു ചെയ്യാനും ഉപകാരമോ ഉപദ്രവമോ എന്തായാലും കഴിയുമെന്ന ബോധമുണ്ടാകണം. ഉദാഹരണം, മൊഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് മാലയിൽ ഉള്ള പോലെ എവിടെ നിന്ന് വിളിച്ചാലും ഉടനെ ഉത്തരം ചെയ്യാനും താൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്താപത്തും വരുത്താനുമുള്ള കഴിവ്, അതാണ് മറഞ്ഞ വഴിക്കുള്ള കഴിവ്. മറഞ്ഞ വഴിക്കുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ആ കഴിവ് ജിന്നിനുണ്ട് വിശ്വസിച്ചാലോ ആ വിശ്വാസം ശിർക്കായി. ആ കഴിവ് മലക്കിനുണ്ട് വിശ്വസിച്ചാലോ ആ വിശ്വാസം ശിർക്കായി. ആ കഴിവ് മനുഷ്യനുണ്ട് വിശ്വസിച്ചാലോ അത് ശിർക്കായി. അതല്ല, ജിന്നിനൊരു കഴിവുണ്ട്, ജിന്നിനൊരു കാഴ്ചയുണ്ട്, ജിന്നിനൊരു കേൾവിയുണ്ട്, മലക്കിനൊരു കാഴ്ചയുണ്ട്, മലക്കിനൊരു കേൾവിയുണ്ട്, മലക്കിനൊരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമോ? ഇല്ല. കാരണം ആ കഴിവ് ഈ പറഞ്ഞ അദൃശ്യമായ കഴിവല്ല, ഈ പറഞ്ഞ അഭൗതികമായ കഴിവല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലുള്ളതാണ്. മലക്കിൻ്റെ കാഴ്ച മലക്കിന് അള്ളാഹ് നിശ്ചയിച്ച വ്യവസ്ഥയുടെ ഉള്ളിലുള്ള കാഴ്ചയാണ്. അതിനപ്പുറം കാണാൻ മലക്കിനും കഴിയില്ല. ജിന്നിൻ്റെ കാഴ്ച അവർക്ക് അള്ളാഹ് കൊടുത്ത സംവിധാനം എന്തോ ആ സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചയെ അവനുള്ളൂ, അതിനപ്പുറം കാണാൻ അവനും കഴിയില്ല. അതാണ് കാര്യകാരണ ബന്ധം, അതാണ് ഭൗതികം, അതാണ് ദൃശ്യം. നമ്മെ സംബന്ധിച്ച് വേണമെങ്കിൽ അദൃശ്യം എന്ന് പറയാം, ആപേക്ഷികമായി അഭൗതികമെന്ന് പറയാം, ആപേക്ഷികമായി മറഞ്ഞ വഴി എന്ന് പറയാം. പക്ഷെ മറഞ്ഞ വഴിക്ക് ദോഷം ചെയ്യാൻ റബ്ബിനെ കഴിയൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ജിന്നും ഒരാളെയും ഉപദ്രവിക്കൂല എന്ന് പറയേണ്ട കാര്യമില്ല. സിഹിർ ചെയ്യുന്ന സാഹിറിന് ശൈത്വാന്റെ സഹായം കിട്ടുന്നുവല്ലോ. ആർക്കാണോ സിഹിർ ചെയ്യുന്നത് അവനെ പിശാച് ഉപദ്രവിക്കുന്നുവല്ലോ, അത് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം അഭൗതികമായി അവനും സഹായിക്കുമെന്നായില്ലേ എന്ന് എടവണ്ണ സുല്ലമി മനസ്സിലാക്കി. അതുകൊണ്ടാണ് അയാൾ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞത്. കുറേ കാലം അയാളുടെ പുസ്തകങ്ങളും അയാളുടെ പ്രസംഗങ്ങളും വായിച്ചപ്പോൾ നാം പലരും മനസ്സിലാക്കി സിഹിറിന് യാഥാർത്ഥ്യമില്ല. ഹദീസ് ഉണ്ടല്ലോ, ഇബ്നുസ്സലാം സ്വലമി പറഞ്ഞു ആ ഹദീസ് സ്വീകാര്യമല്ല, തൗഹീദിനെതിരാണ്. ബുഖാരിയിലും മുസ്ലിമിനും ഉണ്ടല്ലോ, എന്നാലും സ്വീകരിക്കാൻ പറ്റൂല, തൗഹീദിനെതിരാണ്. അങ്ങനെയാണ് ബുഖാരിയിൽ 60 ഹദീസ് ഞാൻ ദഈഫാക്കി എന്നൊക്കെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്. ആ ഹദീസുകൾ അദ്ദേഹം മനസ്സിലാക്കിയ തൗഹീദിന് വിരുദ്ധമാണ്. എന്നാൽ നാം അദ്ദേഹത്തിന് മുമ്പേ എഴുതി വെച്ച, നേരത്തെ സൂചിപ്പിച്ച അമാനി പരിഭാഷയോ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകമോ ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകമോ ഒക്കെ വായിച്ചാലോ കൃത്യമായി എന്താണ് അവിഷയത്തിലെ പ്രമാണമെന്ന് വിശദമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്കുള്ള തിരിച്ചു പോക്കാണ് നമുക്ക് ആവശ്യം. അതൊന്ന് വായിച്ചാൽ ക്ലിയർ ആകും. ഇടക്കാലത്ത് വന്ന ആ ഒരു പ്രയാസം അത് അയാൾ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്ന തെളിവാണ് ഈ പുസ്തകം. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മിൽ അത്തരം ചില ചിന്തകൾ കടന്നു കൂടിയത്. അതോടൊപ്പം സിഹിറും കണ്ണേറുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസം ഉണ്ടായപ്പോൾ അതിനൊക്കെ എതിർത്ത കൂട്ടത്തിൽ ഒരു പക്ഷെ ഉള്ളത് കൂടി ചിലർക്കെങ്കിലും നഷ്ടമായിട്ടുണ്ടാകാം. ദിക്ർ വാർഷികം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ദിക്ർ പോയ മനുഷ്യന്മാരുണ്ടെങ്കിൽ, ദുആ സമ്മേളനത്തെ എതിർത്തപ്പോൾ ദുആ തന്നെ വേണ്ടെന്ന് വെച്ചവരുണ്ടെങ്കിൽ, ഖബർ പൂജ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഖബർ സിയാറത്ത് തന്നെ മാറ്റിവെച്ചവരുണ്ടെങ്കിൽ, എന്ന കൂട്ടത്തിൽ ഈ രംഗത്തുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സിദ്ധന്മാരും തങ്ങന്മാരും ഒക്കെയായി ഈ രംഗം ദുരുപയോഗം ചെയ്യാനിരിക്കുന്ന ആളുകളെ നാം എതിർത്തപ്പോൾ ഈ ഉള്ളതും
ആർക്കെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിന് അവരാണ് ഉത്തരവാദി. അവർ പ്രമാണങ്ങളിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ ഒറ്റപ്പാലത്ത് നാസർ സുല്ലമിയുടെ ഒരു മുഖാമുഖ പരിപാടി ഉണ്ടായിരുന്നു. അതിന് ഞാൻ പങ്കെടുത്തു. അപ്പോൾ ഈ എടവണ്ണ സുല്ലമിയുടെ അതേ വാദം, അദ്ദേഹം ജിന്ന് നമ്മളെ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. കാരണം അത് മറഞ്ഞ വഴിയിലൂടെയാണ്, അത് മനുഷ്യനുമായിട്ടുള്ള കാര്യകാരണ ബന്ധം എന്താണ് എന്നാണ് അദ്ദേഹം ഇന്നലെ അവിടെ പറഞ്ഞത്. അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു KKP അബ്ദുള്ള എന്ന ചാരൻ തിരിച്ചു പോയെങ്കിലും വേറെ ചില മനുഷ്യന്മാർ ആ പണി ഏൽപ്പിച്ചിട്ടാണ് പോയത്. അത് ഏറ്റെടുത്തവരിൽ ഒരാളാണ് അപ്പറഞ്ഞ ആൾ. കാരണം 2007 ഇസ്ലാഹിൽ വന്ന ലേഖനം, ആ ലേഖനം വന്ന തൊട്ടടുത്ത ആഴ്ച അബ്ദുസ്സലാം സുല്ലമി അടക്കമുള്ളവർ പറഞ്ഞു നമ്മളൊക്കെ ശിർക്കിലകപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന് കൂടെ നിന്നിരുന്ന ആളാണ് ഈ പറയപ്പെട്ട സുല്ലമി. അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് ഇത് ശിർക്കാണ്, KNMകാർ ശിർക്കിലാണ് എന്നാണ്. പിന്നീട് 2009 അവസാനത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. 2 രൂപത്തിൽ വരാം. അപ്പം ഞങ്ങളൊക്കെ സുന്നീന്ന് വന്നതാണ്. സുന്നീന്ന് വന്ന് ഇവിടുത്തെ സ്റ്റേജിൽ കയറിയിട്ട് ജാറം കെട്ടിപ്പൊക്കാന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങളെന്താ മനസ്സിലാക്കുക? ഇയാളെ കാന്തപുരം പറഞ്ഞയച്ചതാണ് ഇവിടെ പൊളിക്കാൻ എന്ന് മനസ്സിലാക്കണം. ഇവിടെ വന്ന് ജാറം കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പ്രസംഗിച്ചാൽ എന്ത് മനസ്സിലാക്കാം? ഇയാൾ സംഗതി മനസ്സിലാക്കി പോന്ന ആളാണ്. 2009 വരെ അപ്പുറത്ത് നിന്ന് ഇത് ശിർക്കാണ്, നമ്മളൊക്കെ ശിർക്കിലാണ് എന്ന് പ്രസംഗിച്ച മനുഷ്യൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതുവരെ അയാളുടെ വിശ്വാസപ്രകാരം ഇവിടെ ഉള്ളത് ശിർക്ക, അപ്പുറത്തുള്ള തൗഹീദാണ്. ആ തൗഹീദിൽ നിന്ന് അയാൾ എന്തിന് ഈ ശിർക്കിലേക്ക് വന്നു? 2 നിലയ്ക്ക് വരാം. ഒന്നുകിൽ ഇവിടെ ശിർക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾ വന്നു, എങ്കിൽ ന്യായമാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് അയാൾ ഇന്നലെയും പ്രസംഗിച്ചു എന്ന് ഇദ്ദേഹം പറഞ്ഞത്, ഇന്നലെയും പ്രസംഗിച്ച എന്താ? ഇതൊക്കെ ശിർക്ക് തന്നെ, ഇതൊക്കെ ശിർക്ക് തന്നെ. പിന്നെ എന്തിനാ അയാൾ ആ തൗഹീദിന്റെ വേദിയിൽ നിന്ന് ഈ ശിർക്കിന്റെ വേദിയിലേക്ക് അയാൾ വന്നു? അവിടുന്ന് പ്രസംഗിച്ചത് ഇവിടുന്നും പ്രസംഗിക്കുന്നുവെങ്കിൽ ഇയാൾ ആരോ പറഞ്ഞയച്ചു എന്നല്ലേ ബുദ്ധിയുള്ളോ മനസ്സിലാക്കേണ്ടത്? KNMും KJയും ഔദ്യോഗികമായി പറഞ്ഞത് സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നാണ്. ജിന്ന് പിശാച്ച് റുഖിയ ശർഇയ്യ എന്ന പേരിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ പുറത്തിറങ്ങിയ പുസ്തകമാണിത്. 2012 ആദ്യ പതിപ്പിറങ്ങി. അതേ 2012 ഡിസംബറിൽ സമ്മേളന നഗരി അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പും ഇറങ്ങി. ഈ 2 പതിപ്പിലും ഒരുപോലെ പറഞ്ഞ കാര്യം, ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ KJU സെക്രട്ടറി M മുഹമ്മദ് മദനി അദ്ദേഹം പ്രത്യേകം എഴുതി നമ്മെ പഠിപ്പിച്ചു. സിഹിറിനെ സംബന്ധിച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതുമാണ്. സിഹിർ വൻപാപങ്ങൾ 2ാമത്തേതാണെന്നും അതിന് ഹഖീഖത്തുണ്ടെന്നുമാണ്. ഹഖീഖത്താണ് യാഥാർത്ഥ്യം, ഹഖീഖത്തുണ്ടെന്നുമാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഇത് പ്രമാണബദ്ധവുമാണ് എന്ന് കഴിഞ്ഞ ഡിസംബറിൽ സമ്മേളന നഗരിയിൽ നിന്ന് വാങ്ങാൻ കിട്ടിയ സാധനം, സമ്മേളനം കഴിഞ്ഞിട്ട് മുജാഹിദ് സെന്ററിൽ പോയിട്ട് ഞാൻ വാങ്ങിയതായത്. ഇതിലും പറഞ്ഞു സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ സിഹിർ പൈശാചികമായ ഉപദ്രവവും പൈശാചികമായ സഹായവും ഒക്കെ അവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ചേ പറ്റൂ. അത് വിശ്വസിക്കാൻ പാടില്ല. അത് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്നാണ് അബ്ദുസ്സലാം സുല്ലമിയുടെ തൗഹീദ് പ്രകാരം. കാരണം ആ സഹായം, ആ ഉപദ്രവം അഭൗതികമാണല്ലോ. അഭൗതികമായി സഹായിക്കാൻ റബ്ബിനല്ലേ കഴിയൂ. അതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്. ഈ സഹായം അഭൗതികമല്ല, ഈ സഹായം അഭൗതികമല്ല. എന്തുകൊണ്ട്? അവിടെ സഹായിക്കുന്ന ശൈത്വാൻ, ആ ശൈത്വാനിന് അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത വ്യവസ്ഥയുണ്ട്. അവൻ്റെ ഒരു കാര്യകാരണ ബന്ധമുണ്ട്. ആ കാര്യകാരണ ബന്ധം നമുക്കൊരു പക്ഷെ മനസ്സിലായില്ലെങ്കിലും ആ സിസ്റ്റപ്രകാരമാണ് അവൻ ചെയ്യുന്നത്. അതിനപ്പുറം അവനും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതുണ്ട് എന്ന് വിശ്വസിച്ച് അവർ തകരാറുമില്ല. മാത്രവുമല്ല,
ഈ വിവാദങ്ങൾ കത്തിപ്പടർന്നപ്പോൾ അന്ന് അബ്ദുസ്സലാം സുല്ലമയും കൂടെയുള്ളവരുമൊക്കെ ഈ സിഹർ വിശ്വസിച്ചത് വഴി നമ്മുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് പ്രചരിപ്പിച്ചപ്പോൾ ആ ചാൻസ് മുതലാക്കിയിട്ട് സമസ്തക്കാർ രംഗത്തിറങ്ങി. അന്ന് അവർ പറഞ്ഞു മുജാഹിദീങ്ങൾ തൗഹീദ് പൊളിഞ്ഞു. എന്താ കാരണം പറഞ്ഞത്? മുജാഹിദീങ്ങൾ ഇത്രയും കാലം പറഞ്ഞു മറഞ്ഞ വഴിക്ക് ദോഷം വരുത്താനും ഗുണം ചെയ്യാനും അല്ലാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നു ശൈത്വാൻ ഉപദ്രവിക്കും, ജിന്ന് ഉപദ്രവിക്കും എന്നൊക്കെ അവർ പറഞ്ഞിരിക്കുന്നു സിഹിറുണ്ട് എന്ന് പറഞ്ഞതിലൂടെ. അപ്പോൾ മുജാഹിദീങ്ങൾ തൗഹീദ് പൊളിഞ്ഞല്ലോ എന്ന് അമീദ് ഫൈസി അമ്പലക്കടവ് ലേഖനം എഴുതി ചന്ദ്രികയിലും സത്യധാരയിലുമൊക്കെ. അന്ന് വിചിന്തനം വാരികയിൽ 2007 ഫെബ്രുവരി 16 വിചിന്തനം വാരികയിൽ അബ്ദുൽ ഖാദിർ കരുവമ്പോയിൽ മറുപടി എഴുതി മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലോ എന്ന പേരിൽ. മുജാഹിദുകൾ തൗഹീദ് പ്രതിസന്ധിയിലോ എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? 8 പതിറ്റാണ്ട് കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. ആരാ വിമർശകൻ? അമീദ് ഫൈസി. 8 പതിറ്റാണ്ടുകൾ 80 കൊല്ലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അതെന്താ? മനുഷ്യർക്ക് അദൃശ്യമായത് മലക്കുകൾക്കും ജിന്നുകൾക്കും ദൃശ്യമാകുന്നതും മനുഷ്യ കഴിവിൽപ്പെടാത്തത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽപ്പെടുന്നതും മുജാഹിദുകൾ ഒരു കാലത്തും ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മറഞ്ഞ വഴിക്ക് റബ്ബ് മാത്രമേ സഹായിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഇതതിനെതിരാണ് ഞങ്ങളൊരു കാലത്ത് മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യന് കാണാത്തത് ജിന്നുകൾക്ക് കാണാം, മനുഷ്യന് ദൃശ്യമല്ലാത്ത ജിന്നുകൾക്ക് മലക്കും ദൃശ്യമാകും. അതുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഈ മറഞ്ഞ വഴിക്ക് അപ്പുറമാണ് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിയാരുടെ ആരോപണം ശരിയാകുമായിരുന്നു. ജിന്നിൻ്റെ മലക്കിന് സഹായമൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അഭൗതിക സഹായം വിശ്വസിക്കലായി എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിയാരുടെ ആരോപണം ശരിയാകുമായിരുന്നു. ഇപ്പോൾ അത് ഇതിൽ പെടുന്നു പറഞ്ഞപ്പോഴോ മുസ്ലിയാരുടെ ആരോപണം ശരിയായി എന്നല്ലേ അർത്ഥം? ഹമീദ് ഫൈസി പറഞ്ഞത് ശരിയാണ്, തൗഹീദ് പൊളിഞ്ഞു എന്നല്ലേ അപ്പം അതിനർത്ഥം? എന്നിട്ട് ഇയാൾ പറയാം ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. ജിന്നിൻ്റെയും മലക്കിൻ്റെയും കഴിവും ഓരോ പ്രവർത്തനങ്ങളുടെയും കാര്യകാരണ ബന്ധം നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്കറിയില്ല എന്ന കാരണം കൊണ്ട് ഇത് കാര്യകാല ബന്ധത്തിന് പുറത്താണെന്നോ അഭൗതികമാണെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവൻ പറയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. എന്നിരിക്കെ അവരുടെ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധിയിലാവുക? അപ്പം അവിടെ നിൽക്കുന്ന കാലത്തോളം തൗഹീദിന് കുഴപ്പമില്ല. അതിൽ നിന്ന് വിട്ടാലോ തൗഹീദിന് കുഴപ്പമുണ്ടായി. അവിടുന്ന് വിട്ടാ തൗഹീദിന് കുഴപ്പമുണ്ടായി. അപ്പോൾ അഭൗതികമെന്ന് ഇതേക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോഴോ ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. വിജയത്ത് അന്ന് പറഞ്ഞത് അഭൗതികമെന്ന് ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുക ഇല്ല. ഇപ്പൊ പറയുന്നു അഭൗതികം തന്നെ. അപ്പൊ എഴുതിയോ ഈ രണ്ടുണ്ടോ നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു സാമാന്യ ബുദ്ധിയുള്ളവൻ ചോദിച്ചു പോകും. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെയാണ് മാറ്റം വന്നത്. ഇനി ഈ ഒരു വിചനത്തിന് മാത്രമല്ല, നമ്മൾ മുമ്പ് എത്രയോ സ്ഥലത്ത് വിശദമായി അത് എഴുതി പഠിപ്പിച്ചു. ഉദാഹരണമായി ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം എഴുതി പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിന് ചെറിയമുണ്ടം എഴുതി ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെക്കുറിച്ച്
അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത കഴിവ്, അതിനാണ് അഭൗതിക കഴിവ് എന്ന് പറയുക. അത് ജിന്നിനില്ല, അത് മലക്കിനില്ല. മാത്രവുമല്ല, നമ്മൾ അമാനി പരിഭാഷയിൽ ബഹുമാനായ അമാനി മൗലവിയുടെ കൂടെ സഹായിയായി നിന്ന PK മൂസ മൗലവി അദ്ദേഹം എഴുതി, അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വെളുത്തി തീർക്കുവാൻ ആരെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വല്ലവനും സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായി തീരുന്നു. അഭൗതികമായി സഹായിക്കുന്ന വിധം വിശ്വസിച്ചാൽ ശിർക്കായി. അപ്പോൾ ജിന്ന അഭൗതിക എന്ന് വന്നാലോ, ഒന്നുകിൽ ജിന്ന് ഇവിടെ ആരും സഹായിക്കുന്നില്ല, ശൈത്താൻ ഒരാളും സഹായിക്കുന്നില്ല, ശൈത്താൻ ഒരാളും ഉപദ്രവിക്കുന്നില്ല എന്ന് വിശ്വസിച്ചു കൊള്ളണം, അല്ലെങ്കിൽ ശിർക്കായി പോവും. അപ്പം പിന്നെ സിഹിറില്ല എന്ന് പറയേണ്ടി വരും, കണ്ണീറില്ല എന്ന് പറയേണ്ടി വരും, ജിന്നുബാധ ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പം 60 ദിവസം വഴീഫാക്കേണ്ടി വരും. അത് നമ്മെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ ചങ്ങാതി ഉള്ളിൽ കയറി കൂടി അയാൾ ഇപ്പോൾ നമ്മുടെ വേദികളിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അയാൾ KNM മെമ്പറല്ല, KJU മെമ്പറല്ല, ISM മെമ്പറല്ല, MSM മെമ്പറല്ല. എന്നിട്ട് അയാൾ ഇവിടുത്തെ സ്റ്റേജിൽ കയറിയിട്ട് പറയാം ഇത് ശിർക്കാന്ന് പറയുന്നോ മാത്രം ഈ KNM-ൽ നിന്നാ മതി, അല്ലാത്തവർക്ക് പോകാം. ഞങ്ങളൊക്കെ ഇന്നും KJU-ലും KNM-ലും മെമ്പർഷിപ്പ് ഉള്ളവരാ. ഞങ്ങളോടൊക്കെ ഇവിടെ എവിടെയും മെമ്പർഷിപ്പ് ഇല്ലാത്തവൻ പറയാ ഇത് ശിർക്കാന്ന് പറഞ്ഞ ഇവിടെ നിന്നാൽ മതി, അല്ലാത്തവൻ പോയിക്കോളൂന്ന്. അപ്പം അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഇക്കാര്യം ബോധ്യമാകുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ആഴ്ച അറിഞ്ഞ വിചിന്തനത്തിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞു ഫെബ്രുവരി 1 വിചിന്തനം. അതിൻ്റെ 2ാമത്തെ പേജിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരൻ അദ്ദേഹം എഴുതിയ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അക്കാര്യം ഒന്നുകൂടി ബോധ്യമാകുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ, സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നവർ സംഘടനയെ ശൈഥില്യപ്പെടുത്തുന്നതിന് പകരം നേതൃത്വവുമായി സഹകരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. ആർക്ക് മുമ്പിലും നേതൃത്വം വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശൈലിയും അല്ല. ഇനി ശ്രദ്ധിക്കാം, ഇടക്കാലത്ത് പ്രസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞു പോയവരും ഈ കാര്യം ചിന്തിക്കണം. ഇടക്കാലത്ത് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരും ഈ കാര്യം ചിന്തിക്കണം. ദുർബല ഹദീസുകാരെ ഒറ്റപ്പെടുത്തി ഐക്യത്തോടെ പ്രബോധന ദൗത്യം തുടരാൻ KNM നേതൃത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ഇടക്കാലത്ത് ഇവിടുന്ന് പിരിഞ്ഞുപോയ മനുഷ്യന്മാർ നിങ്ങൾ ഓർത്തോളൂ, എന്ത് ചെയ്യുക, KNM നേതൃത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് 2013 ഫെബ്രുവരി 1 വിചിന്തനത്തിൽ, ഇപ്പം ഈ വെള്ളിയാഴ്ച കിട്ടിയതല്ല, അതിനു മുമ്പത്തെ വെള്ളിയാഴ്ച കിട്ടിയ വിചിന്തനത്തിൽ 2ാമത്തെ പേജിൽ. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഏകദേശം ഇതിന് പിന്നിലുള്ള കളികൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമില്ല. ഞാൻ ഇന്നലത്തെ സാഹചര്യം തന്നെയാണ് ഞാൻ ചോദിക്കാൻ പോണത്. ഞാൻ അതുകൊണ്ട് ചോദിച്ചിട്ട് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാം. ഒറ്റപ്പെട്ട സ്വഹാബികളുടെ അഭിപ്രായം ഇസ്ലാമിൽ വിശ്വാസ കാര്യത്തിന് എടുക്കാൻ പാടില്ല എന്ന് മുസ്ലിം പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട് എന്നാണ് ഇന്നലെ അവിടെ പറഞ്ഞത്. അതിൽ വല്ല യാഥാർത്ഥ്യം, അതായത് സ്വഹാബിയുടെ വാക്ക് ദീനിൽ തെളിവാണോ എന്നൊരു ചർച്ച പൂർവ്വകാലം മുതൽ തന്നെ പണ്ഡിത ലോകത്തുണ്ട്. അതിൽ ഒറ്റപ്പെട്ട സ്വഹാബിയുടെ ഒരു അഭിപ്രായം ദീനിൽ തെളിവായി എടുക്കാവതല്ല എന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. അതേസമയം ഒരു സ്വഹാബിയുടെ വാക്കിന് മർഫൂ ആയ നബിയിലേക്ക് എത്തിയ ഒരു ഹദീസിൻ്റെ വിധി നൽകാൻ പറ്റുമോ ഇല്ലേ എന്ന ചർച്ച പ്രസക്തമാണ്. ഇപ്പം അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ് അടക്കമുള്ള ഏതെങ്കിലും സ്വഹാബി ഒരു കാര്യം പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ വന്ന വിഷയത്തിൻ്റെ ആ ഒരു പരിഗണന ഇതിന് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ? ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, സ്വന്തമായി ആലോചിച്ചും ഗവേഷണം ചെയ്തും പറയാനൊന്നും വകുപ്പില്ലാത്ത ഒരു കാര്യം, നബിയിൽ നിന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു സ്വഹാബി ഒരിക്കലും പറയാൻ വഴിയില്ലാത്തൊരു വിഷയം സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ കിട്ടുകയും ചെയ്താൽ
ഒന്നുകിൽ ആ സ്വഹാബി കളവ് പറഞ്ഞു എന്ന് പറയണം, അത് ഒരിക്കലും ഉണ്ടാകാവതല്ല. എങ്കിൽ പിന്നെ ആ സ്വഹാബിക്ക് എവിടുന്ന് കിട്ടി? അത് നബിയിൽ നിന്ന് കിട്ടിയതാകാനേ തരമുള്ളൂ. അതുകൊണ്ട് അതിന് ഒരു പരിഗണനയുണ്ട് എന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. എന്നാൽ മർഫൂആയ ഹദീസിൻ്റെ സ്ഥാനം അത് നൽകുമോ? നൽകില്ല. ആ ഹുക്കം അതിന് ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ സ്വഹാബി പറഞ്ഞാലും വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും നസ്സായി പറഞ്ഞ ഒരു സംഗതിക്ക് എതിരായിട്ടാണെങ്കിൽ അതിന് പ്രാമാണികത ഇല്ല. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷമീർ ബാബു, എടുത്താണ്ട്ര സ്വദേശി. ചോദ്യത്തിൻ്റെ മുമ്പ് ഒരു ചെറിയ വിശദീകരണം ആവശ്യമാണ്. ഇവിടെ ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫൈസൽ മുസ്ലിയാർ അനസ് മുസ്ലിയാരെ മാതിരിയല്ല, എത്ര ചോദ്യം ചോദിക്കുക, ഉപചോദ്യങ്ങൾ എത്രയും ചോദിക്കുക. ഞങ്ങളോട് എന്നെ വിളിച്ചപ്പോൾ കേട്ടിന്നാണിയൊക്കെ പറഞ്ഞത്, എത്ര ചോദ്യം ചോദിച്ചോ എൻ്റെ സംശയം തീരുന്നവരെ പ്രശ്നമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അനസ് മുസ്ലിയാരെ പരിപാടി പോലെ വാരിക്ക് പിടിച്ച് കുത്തുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അങ്ങനത്തെ പ്രശ്നമില്ല, ഞാൻ മരിക്കുന്നവരെ അണക്ക് ഞാൻ സംരക്ഷണം തരും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചോദിക്കണത്. അനസ് മുസ്ലിയാർ ഇവിടെയും അതില്ല ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, എത്രയും ചോദിക്കാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചോളി, സമയങ്ങളല്ലേ? അല്ല, സമയങ്ങൾ. അനസ് മുസ്ലിയാർ കോട്ടപ്പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ശരിക്കും അദ്ദേഹം അബ്ദുറഹ്മാൻ സലഫിയുടെ ശിഷ്യനാണ് എന്ന് ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതല്ല നമ്മുടെ വിഷയം. എന്താ കാരണം വെച്ചാൽ അതും കൂടി ഇതിൽ പറയേണ്ടതുണ്ട്. ചോദ്യത്തിന് 1.5 മണിക്കൂർ ഉത്തരമല്ല, അബ്ദുറഹ്മാൻ സലഫി സാൽവേഷനിൽ പ്രസംഗിച്ച മാതിരി 1.5 മണിക്കൂർ ഉത്തരമല്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം, നിങ്ങൾ വിഷയാവതരണത്തിൽ പറഞ്ഞു വെറും 4-5 ക്ലിപ്പുകൾ മാത്രമാണ് നിങ്ങളുടെ ഈ ആർക്കാണ് തെറ്റിയത് എന്ന ലഘുലേഖയിലും പറയുന്നുണ്ട്. 10 വർഷമായി ഈ മടവൂർ വിഭാഗം പ്രചരിപ്പിക്കുന്ന, യഥാർത്ഥ മുജാഹിദുകളായ മടവൂർ വിഭാഗം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു 4-5 ക്ലിപ്പിങ്ങുകൾ മാത്രമാണ്. ആ ക്ലിപ്പിങ്ങുകളിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഇവിടെ ഫൈസൽ മുസ്ലിയാർക്കും ഈ വിഭാഗത്തിനും സക്കരിയാക്കൾ വിഭാഗത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ മാർഗം, ആ 5 ക്ലിപ്പിൻ്റെയും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തു എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും വിട്ട് ഈ 5 ക്ലിപ്പ് വെറും 25 മിനിറ്റ് ആവുകയുള്ളൂ. എന്നാൽ ഈ വിഭാഗത്തെ പൊളിച്ചെടുക്കുക. ഉദാഹരണത്തിന്, സുന്നികൾ ഇസ്തിഹാസക്ക് തെളിവായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ മുറികളെടുത്ത് ഓതുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്തു? ആ ആയത്തിൻ്റെ പൂർണ്ണ രൂപം അങ്ങോട്ട് ഓതി കാണിച്ചു കൊടുക്കുമ്പോൾ സുന്നികൾ എന്തായി? ആകെ അടിയിൽ പോവും. അങ്ങനെയാണല്ലോ ഫൈസൽ മുസ്ലിയാർ വരെ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നത്, ഇതിൻ്റെ തെളിവ് പൂർണ്ണ രൂപം കാണിച്ചു കൊടുത്ത്. എന്നതുപോലെ നിങ്ങൾക്ക് സക്കരിയ സ്വലാഹിയുടെ ഒരു വാദം ഞാൻ പറയാം. കടവത്തൂരിലെ സക്കരിയ സ്വലാഹി പ്രസംഗിച്ചു, ഇയ്യാക്കന അബ്ദു ഇയ്യാക്കന നസ്തഈൻ എന്ന ആയത്തിന് നേർ വിപരീതമായിക്കൊണ്ട് മടവൂരികളെ, പൊട്ടന്മാരെ, ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ ഉത്തരം നൽകും, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. ഈ ക്ലിപ്പിങ്ങിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി പൂർണ്ണരൂപം എന്നതുപോലെ ഈ 5 ക്ലിപ്പിൻ്റെയും പൂർണ്ണരൂപം ഇവിടുത്തെ ജനങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗത്തെ നിങ്ങൾക്ക് അരിക്കിരിക്കാമല്ലോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. 4-5 ക്ലിപ്പുകൾ മാത്രം എന്നല്ല പറഞ്ഞത്. 4-5 പ്രഭാഷകന്മാർ മാത്രമാണ് കേരളം മൊത്തം ഓടി നടന്നത് എന്നാണ് പറഞ്ഞത്. 4-5 പ്രഭാഷകന്മാർ. ഞാൻ അതിൽ 4 ആളുടെ പേരടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് വിശദീകരിച്ചതും. 4 ആളുടെ ഞാൻ പേര് സൂചിപ്പിച്ചു, ഒരാളത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ 4-5 ആളുകളാണ് 10 കൊല്ലം കേരളം അങ്ങോളം ഇങ്ങോളം ദഅവത്തെന്ന പേരിൽ വല്ലതും സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രസംഗിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ പറഞ്ഞ വിഷയങ്ങളോ ജിന്നും ശൈത്താനും സിഹറും മാരണവും മാത്രവുമാണ്. ഇതാണ് എൻ്റെ വിഷയാവതത്തിൽ ഞാൻ സൂചിപ്പിച്ച ഭാഗം. ക്ലിപ്പ് പോലെ എത്ര കൊണ്ടുവന്നു ഏത് കൊണ്ടുവന്നുള്ള ഒരു ഏത് ക്ലിപ്പ് കൊണ്ടുവന്നാലും അതിനപ്പുറപ്പുറം കണ്ടാലും ഓല് വെച്ച അർത്ഥം അതിലുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അവർ എന്ത് സൂചിപ്പിക്കാനാണോ ആ ക്ലിപ്പ് ഇട്ടത് ആ അർത്ഥത്തിൽ ആ ക്ലിപ്പ് ഉണ്ടാവില്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ക്ലിപ്പുകളെ നിരസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുമുണ്ട്. സുഹൃത്ത് ശ്രദ്ധിക്കണില്ല. അത്തരം ക്ലിപ്പുകൾ ഇറങ്ങിയപ്പോൾ എന്താണ് വസ്തുത? ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം നിങ്ങൾ പറഞ്ഞ പ്രയോഗം ഉണ്ടല്ലോ, പൊട്ടന്മാരെ വിഡ്ഢികളെ എന്ന് പറഞ്ഞ പ്രയോഗം. ആ ക്ലിപ്പ് എങ്ങനെ ഉണ്ടായി എന്നറിയാൻ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് കയറിയിട്ട് ആ പദം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി.
അപ്പം അതിൽ ഈ ക്ലിപ്പ് ആദ്യം കിട്ടും. മടവൂരികളെ, പൊട്ടന്മാരെ, വിഡ്ഢികളെ എന്ന് പറയുന്ന ആ ഒരു ക്ലിപ്പ് ആദ്യം കിട്ടും. അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് അവിടെ തന്നെ കിട്ടും. പൊട്ടന്മാരേന്ന് വിളിച്ചത് ഒരു സ്ഥലത്ത്, വിഡ്ഢികളേന്ന് വിളിച്ച അപ്പുറത്ത് വേറെ ഒരു ഭാഗത്ത്. അതേപോലെ ഓരോന്നും വളരെ സൂക്ഷ്മമായ ചെറിയ ചെറിയ പീസുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ മുറിച്ചെടുത്ത് അതിങ്ങനെ ലിങ്ക് ചെയ്ത് ഒറ്റ വാചകമാക്കി കൊടുത്തത് യൂട്യൂബ് കയറിയിട്ട് ചെക്ക് ചെയ്താൽ വിശദമായി കിട്ടും. അത് വിശദീകരിക്കുന്ന സീഡുകൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. MT വിഷൻ ഇറക്കിയ ഒരു പരമ്പര തന്നെ 5 സീഡുകളായി 5 സെറ്റുകളായി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാം ഇവർ കൊടുക്കുന്ന ഓരോ ക്ലിപ്പും ആദ്യം കാണിച്ച് അതിൻ്റെ വസ്തുത എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വാങ്ങി കണ്ടാൽ സംഗതി മനസ്സിലാകും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു അത്യാവശ്യം ഇല്ലാത്ത സംഗതിക്ക് നമ്മൾ സമയം കളയേണ്ട, ആവശ്യമുള്ള ഉപകാരപ്പെടുന്ന സംഗതികൾ നിങ്ങൾക്ക് ചോദിക്കാം. അത് ഇൻഷാല്ലാ സംശയം തീരുവോളം ചോദിക്കുകയും ചെയ്യാം, ഒരു പ്രയാസവും. ഇവിടെ ഏതായാലും ഒരാളും നിങ്ങൾ ആക്രമിക്കാനും പള്ളക്ക് പിടിച്ചു കുത്താനും വരില്ല. പക്ഷെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ലോകത്തിലെ എല്ലാ സംഗതിയും പഠിച്ചിട്ടല്ല വന്ന് നിൽക്കുന്നത്. ഇവിടെ അറിയാത്ത വിഷയം ഉണ്ടെങ്കിൽ അറിയില്ല എന്ന് പറയുന്നല്ലാതെ അതിൻ്റെ പേരിൽ നമ്മളാരും വീസിൻ്റെ പണിയെടുക്കാൻ പോകൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ചോദിച്ചത് ആ ഒരു ക്ലിപ്പുണ്ടല്ലോ, ഈ ഒരു കടവത്തൂരിലെ പ്രസംഗത്തിൻ്റെ അതിൻ്റെ ഒരു പൂർണ്ണ രൂപമെങ്കിലും ഇനി എന്താ ഇവിടെ യൂട്യൂബിലുണ്ട് എന്നാണല്ലോ. യൂട്യൂബിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സംഭവം, ഈ പൊട്ടന്മാരെ എന്നത് ഒരു പ്രഭാഷണത്തിലെ ഒരു 2-3 CD-കളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തതാണ് തന്നെ അതിൽ പൂർണ്ണമായിട്ട് പറയും. ഒപ്പം പറഞ്ഞതാണെന്ന് എവിടെയും ഞങ്ങൾ വാദിക്കുന്നില്ല. ഇയാളുടെ ഒരു പ്രഭാഷണ CD-യിലെ പല ഭാഗങ്ങളായിരുന്നു എടുത്തതെന്ന് തന്നെ പറയുന്നത്, ഒരു പ്രഭാഷണത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതല്ല വിഷയം. ഈ ഒരു ക്ലിപ്പിൻ്റെ വേറൊരു ക്ലിപ്പ് വേണ്ട, ഈ ഒരു ക്ലിപ്പിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾ 2 വിഭാഗം, ഈ സിഹർ വിഭാഗമാകട്ടെ, ജിന്നും സിഹറും ഇല്ല, നിങ്ങൾ 2 വിഭാഗമാകട്ടെ, ഈ 2 വിഭാഗവും ഇത്രയും കാലം പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ട് എന്ന് ഞങ്ങൾ സമർത്ഥിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇടുന്ന പ്രധാനപ്പെട്ട ഒരു ക്ലിപ്പാണ് ഈ ക്ലിപ്പ്. ഇത് നിങ്ങളുടെ അനസ് മൗലവി ഈ കഴിഞ്ഞ ദിവസം കോട്ടപ്പളയിൽ ഇടുകയും ചെയ്തു. ബൈലക്സിൽ ഈ ക്ലിപ്പ് ഇട്ടതോടുകൂടി സക്കരിയ സ്വലായി മൈക്ക് കട്ട് ചെയ്ത് ബൈലക്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു ആരോപണം കൂടി. ഈ ഇരു വിഭാഗത്തെയും തകർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ക്ലിപ്പിൻ്റെ സന്ദർഭം മുഴുവൻ ഭാഗം അടർത്താതെ മുഴുവൻ ഭാഗവും ഇവിടെ പ്രദർശിപ്പിക്കാൻ തയ്യാറായാൽ ഈ ഇത്രയും സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 5 മിനിറ്റ് ക്ലിപ്പിൻ്റെ അപ്പുറവും ഇപ്പുറവും LCD ഇല്ലെങ്കിൽ നിങ്ങൾ ഫോണിലെങ്കിലും കേൾപ്പിച്ചു തന്നാൽ മതി ഇൻഷാ അല്ലാ. ആ ക്ലിപ്പിന് യാതൊരു തകരാറുമില്ല. നിങ്ങളിട്ട ക്ലിപ്പ് യാഥാർത്ഥ്യം തന്നെ ആ വിഷയത്തിൽ ഒരു കുഴപ്പമില്ല. ജിന്നിനെ പൂജിച്ചാൽ, പിശാചിനെ പൂജിച്ചാൽ ആ പിശാച് ചില ഉപകാരങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സത്യം തന്നെയാണ്, സംശയമൊന്നുമില്ല, യാതൊരു സംശയമില്ല അതിൽ. അത് ഇവിടെ കാണുന്ന യാഥാർത്ഥ്യവുമാണ്. ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഏതായിരുന്നാലും പൊട്ടന്മാരെ വിഡ്ഢികളെ എന്ന ക്ലിപ്പ് പല സ്ഥലത്തു നിന്ന് എടുത്ത് ഒന്നാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഒന്നാക്കിയ കൂട്ടത്തിൽ നിങ്ങളുണ്ടായിരുന്നുവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ഞാൻ സംശയിക്കുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും പിന്നെയുള്ള പ്രശ്നം അത് ഒന്നിച്ച് പറഞ്ഞതാണ്, ഞങ്ങൾ വാദിക്കുന്നില്ല എന്നാണ്. പക്ഷെ ആഗോളത്തിലാണല്ലോ പ്രദർശിപ്പിക്കുന്നത്, ഒറ്റ വാചകമായിട്ടാണല്ലോ പ്രദർശിപ്പിക്കുന്നത്. ആ ക്ലിപ്പ് എത്ര സ്ഥലത്തിട്ടിട്ട് ഈ അയാളുടെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നെല്ലാം എത്ര ദിവസം മടവൂരി ആണുങ്ങളും മടവൂരി പെണ്ണുങ്ങളും എന്ന് പറഞ്ഞൊരു ഭാഗം അത് ഒരു സ്ഥലത്ത് പറഞ്ഞതാണ്. എന്നിട്ട് അപ്പുറത്തൊരു ആസനത്തിൽ ഊത്ത് അത് വേറെ സ്ഥലത്ത് പറഞ്ഞതാണ്. ഇങ്ങനെ അതിങ്ങനെ എടുത്തിട്ട് ഒന്നാക്കിയിട്ട് ഒറ്റ വാചകമായിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒന്നിച്ച് പറഞ്ഞതാ, ഞങ്ങൾ വാദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അത് ഖുറാഫികൾ പറഞ്ഞ പോലെ ഞങ്ങൾ മുദീശകൾ പ്രാർത്ഥിക്കുന്നില്ല, സഹായം ചോദിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു വാദമായി പോയി എന്ന് പറയേണ്ടി വന്നത് ഖേദമുണ്ട്. ഇനി മറ്റേത്, ജിന്നുകളെ പൂജിച്ചാൽ ജിന്നുകൾ പിശാചുക്കൾ പല ഉപകാരങ്ങളും ചെയ്യും. സത്യമാണ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഹദീസുകൾ പറഞ്ഞതാണ്. ജിന്നുകൾ മാത്രമല്ല മനുഷ്യ ദൈവങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യ ദൈവങ്ങൾ മാതാ അമൃതാനന്ദമയെ പൂജിക്കുന്ന അവരുടെ ഭക്തയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് പല ഉപകാരം അവർ ചെയ്തു കൊടുക്കും. വീട് വെച്ചു കൊടുക്കും, അതേപോലെ സഹായം ചെയ്തു കൊടുക്കും, മറ്റു പല പണികളും ചെയ്തു കൊടുക്കും, ജോലി കൊടുക്കും. ഇതിനർത്ഥം എന്താ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമെന്നല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമെന്നല്ല. പിശാചിനെ പൂജിക്കുന്ന സാഹിറിന്, പിശാചിനെ പൂജിക്കുന്ന, പിശാചിനെ ആരാധിക്കുന്ന, പിശാചിനെ സേവകനായി ജീവിക്കുന്ന, സിഹിർ ചെയ്യുന്നവൻ, ജ്യോത്സ്യന്മാർ, കണക്കന്മാർ, പണിക്കന്മാർ, തങ്ങന്മാർ, ബീവിമാർ അടക്കമുള്ളവരെല്ലാം അവർക്ക് പിശാച് പല സഹായങ്ങളും ചെയ്തു കൊടുക്കും.
ഒരുപാട് സഹായം ചെയ്യും. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പിശാച് അവൻ്റെ അനുയായികൾക്ക് ബോധനം നൽകും. യൂഹൂന ഇലാ ഔലിയാഇഹിം. പിശാചുക്കൾ അവരുടെ ഔലിയായിലേക്ക്, അവരുടെ മിത്രങ്ങൾക്ക് സന്ദേശം, ബോധനങ്ങൾ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു ജ്യോത്സ്യന്മാരെ കുറിച്ച്. നബി തങ്ങൾ പറഞ്ഞു, ലൈസു ബിശൈഇൻ, അവർ ഒന്നുമല്ല. അപ്പോൾ ചോദിക്കപ്പെട്ടു, റസൂലേ, അവർ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാകുന്നുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞു, അത് ജിന്ന് തട്ടിയെടുക്കുന്ന ചില വിവരങ്ങളാകുന്നു. അതിൻ്റെ കൂടെ 100 കളവുകൾ അവർ കൂട്ടിച്ചേർക്കും. എന്നിട്ട് അത് ജോത്സ്യന്റെ കാതിൽ കോഴി കുറുകുന്നത് പോലെ കുറുകി മന്ത്രിച്ചു കൊടുക്കും എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. കോഴി കുറുകുന്നത് പോലെ ജോത്സ്യന്റെ കാതിൽ വന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കും. അതെന്താണ്? അവൻ നൽകുന്ന സഹായമാണ്. തൻ്റെ ഏജന്റായി വർത്തിക്കുന്ന ഒരു ജ്യോത്സ്യൻ, തൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ഒരു സിദ്ധൻ, തൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ഒരു തങ്ങളും ബീവിയും ഹോജയും പണിക്കരും കണക്കരും അടക്കമുള്ളവർ, അവർക്കെല്ലാം അവൻ അത്തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പരലോകത്ത് വന്ന് ഈ പിശാചിനെ പൂജിച്ചവരും ഈ പിശാചുക്കളും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവിടുന്ന് പറയുന്ന വിലാപം, റബ്ബനസ്തംതഅ ബഅ്ളുനാ ബിബഅ്ളിൻ, റബ്ബേ ഇസ്തംതഅ ബഅ്ളുനാ ബിബഅ്ളിൻ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, ആനന്ദം കണ്ടെത്തി, സുഖമെടുത്തു എന്ന് പറയും. സൂറത്ത് അൻആമിലാണ് ആയത്ത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സുഖമനുഭവിച്ചു. അത് വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകത്തിൽ വിശദമായി പിശാച് തന്നെ പൂജിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ, പൂജിക്കാതെ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ, മദ്യപാനിക്ക് പിശാച് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ, ശിർക്ക് ചെയ്യുന്നവന് പിശാച് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ എല്ലാം ബഹുമാന്യനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് യഥാർത്ഥ ശത്രു എന്ന പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് സക്കറിയായും പറഞ്ഞു, പിശാചിനെ പൂജിച്ചവന് പിശാച് ഉപകാരം ചെയ്യും. ആ കളിപ്പിഞ്ഞ അപ്പുറപ്പുറേണ്ട കാര്യമില്ല, ആ കഷ്ടം തന്നെ മതി, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് അതിന് ഒരു പ്രയാസമില്ല. എന്നാൽ പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. കാരണം ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും, ദുആ ചെയ്താൽ കേൾക്കില്ല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞ സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ ആയത്തിൽ ആരെല്ലാം പെട്ടു? ബിംബങ്ങൾ പെട്ടു, അമ്പിയാക്കൾ പെട്ടു, മഹാന്മാർ പെട്ടു, ജിന്ന് പെട്ടു, പിശാച് പെട്ടു, മലക്കുകൾ പെട്ടു, എല്ലാവരും പെട്ടു. ഒരാൾക്കും ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ലാഹ് മാത്രം. എന്നാൽ തന്നോട് പ്രാർത്ഥിക്കുന്ന, തന്നെ പൂജിക്കുന്ന, തന്നെ ആരാധിക്കുന്ന, തൻ്റെ സ്വന്തക്കാരനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ പിശാചു അവനെ കൊണ്ട് കഴിയുന്ന ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഈ ശിർക്കിൽ ഉറപ്പിച്ചു നിർത്താനുള്ള പണിയെടുക്കും. ഇവനെ വെച്ച് മറ്റു ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുവരാനുള്ള പണിയും അവൻ എടുക്കും. അത് സക്കറിയായി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് സത്യം തന്നെയാണ്. മലു, ഞാൻ ചോദിച്ചത് ഇയ്യാക്കന അബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന ആയത്തിന് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ഉത്തരം കിട്ടും. പ്രാർത്ഥിക്കാൻ പാടില്ല. അദ്ദുആഉ ദുആൽ ഇബാദ, ഈ പ്രാർത്ഥന ഇബാദത്തിൻ്റെ മജയാണ്. ഇതിന് എതിരല്ലേ? വ്യക്തമായി ഈ ആയത്തിന് എതിരാണല്ലോ ഈ വാദം. അതുകൊണ്ട് എന്തിനാണ് ഈ തൗഹീദിൻ്റെ വേദിയിൽ, തൗഹീദ് പറയാൻ വേണ്ടി നിങ്ങൾ സംഘടിപ്പിച്ച ഈ വേദിയിൽ പിശാചിൻ്റെ കഴിവ് മുഴുവൻ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതിനെ വാദിക്കുകയല്ലല്ലോ ശരിക്കും മുജാഹിദുകളുടെ പരിപാടി. ഇതിനെ പിശാചിനെ പെരുപ്പിച്ച് കാണിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ കഴിവിനെയൊക്കെ ഉയർത്തി പറഞ്ഞുകൊണ്ട് അതിനെ പുകഴ്ത്തുകയാണ് വേണ്ടത്. ഈ പിശാചിൻ്റെ കഴിവ് പറയാൻ ഇവിടെ എത്രയോ സുന്നികളുണ്ട്, അതുപോലെ തന്നെ പല തങ്ങന്മാർക്കും ഇതിന് ഏർപ്പാട്, അവരെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട്. പ്രധാനപ്പെട്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയാണ് വാദമെങ്കിൽ പാരോട് പറയുന്നതും ഈ പറയുന്ന കാന്തപുരം പറയുന്നതും ഇവരൊക്കെ പറയുന്നു തങ്ങന്മാരുടെ ഇവരെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇവരെ കൈവിൽപ്പെട്ടത് അതേപോലെ എന്നതുപോലെ ആകില്ല ഈ വാദം. എന്തിനാണ് ഇങ്ങനെ നമ്മളിന്ന ഈ CD ടവറിന് വേണ്ടി തിരക്കൂട്ടേണ്ട ആവശ്യമില്ല. ഇതിലേറെ നല്ലത് മർക്കസായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ധാരണയിലാണ് തെറ്റുപറ്റിയത്. മർക്കസിലുള്ളതല്ല CD ടവറിലുള്ളത്. മർക്കസിലുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ തങ്ങന്മാരും ബീവിമാരും ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഒക്കെ
ഞങ്ങൾ വിളിച്ചു തേടിയാൽ ആ തേട്ടം കേൾക്കാൻ കഴിയുന്നവരും ഉത്തരം ചെയ്യാൻ കഴിയുന്നവരും സഹായിക്കാൻ കഴിയുന്നവരുമാണ് എന്ന ഇസ്ലാമിന് വിരുദ്ധമായ ശിർക്കായ വിശ്വാസമാണ് അവിടെയുള്ളത്. മുഹീദ്ദീൻ ഷെയ്ഖ് നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക. ഈ സദസ്സിൽ മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്ക. ഈ ശബ്ദം മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്ക. ഈ സദസ്സിൽ ഇത്രയും മനുഷ്യന്മാരുണ്ടെങ്കിലും ഇതിലും ചില ശൈത്താന്മാർ കയറിയിട്ടുണ്ടാകും എന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കാണോ? അത് ശിർക്കാണോ? അല്ലല്ലോ. ഈ സദസ്സിൽ പലയിടത്തും പിശാചുക്കൾ ഉണ്ടാകുമെന്നോ ഇവിടെ മലക്കുണ്ടാകുമെന്നോ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. ഇവിടെ മൊഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടാകും വിശ്വസിച്ചാലോ ശിർക്കാണ്. എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? മൊഹീദ്ദീൻ ഷെയ്ഖ് ഇവിടെ ഹാജരാവുക എന്ന സിസ്റ്റം തന്നെ ഇല്ല. പിശാച്ച് ഇവിടെ ഹാജരാവുക എന്ന സിസ്റ്റം ഉണ്ട്. മലക്ക് ഇവിടെ ഹാജരാവുക എന്ന സിസ്റ്റം ഉണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖ് നമ്മുടെ ശബ്ദം കേൾക്കുക എന്ന സംവിധാനമേ ഇല്ല. എന്നാൽ മലക്ക് നമ്മുടെ ശബ്ദം കേൾക്കുക എന്ന സംവിധാനമുണ്ട്. അവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, അവർ കാണുമെന്ന് വിശ്വസിച്ചാൽ, അവരിവിടെ സന്നിഹിതരാകുമെന്ന് വിശ്വസിച്ചാൽ അതെങ്ങനെയാണ് ഇയ്യാക നസ്തഈനെതിരാവുക? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നാൽ എന്താ? അല്ലാഹ് മാത്രമേ നമ്മളെ കാണുള്ളൂ എന്നാ? അല്ലാഹ് മാത്രമേ നമ്മളെ കേൾക്കുള്ളൂ എന്നാ? അല്ലല്ലോ. നിന്നോട് മാത്രം സഹായം തേടുന്നു, നിന്നെ മാത്രം ആരാധിക്കുന്നു. ഇതുപ്രകാരം ഒരു ശൈത്വാൻ ഒരാളെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ ഈ ആയത്ത് പൊളിയും എന്നെങ്ങനെ മനസ്സിലാക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുത്ത് നോക്കുക. ഒരാൾ അമൃതാനന്ദമയ്യെ പൂജിച്ചു, അമൃതാനന്ദമയ്യ ഓനൊരു വീട് കൊടുത്തു. ഇയ്യാക നസ്തഈൻ പൊളിഞ്ഞ ഇയ്യാക നസ്തഈൻ അല്ലാഹ് മാത്രമേ സഹായിക്കുള്ളൂ എന്നല്ലേ? അതുകൊണ്ട് അമൃതാനന്ദമയ്യെ പൂജിച്ച ആൾ അമൃതാനന്ദമയ്യെ സഹായിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റൂല എന്നൊരാൾ പറയോ? ഇല്ലല്ലോ. അത് രണ്ടും രണ്ടല്ലേ? ഇവിടെ ശൈത്താനെ കഴിവ് പെരുപ്പിച്ചു ഞങ്ങൾ പറഞ്ഞു. പെരുപ്പിക്കലാണെങ്കിൽ അത് പ്രശ്നം തന്നെ. അപ്പം പെരുപ്പിക്കുന്നില്ല, ഉള്ളത് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നല്ലേ നിങ്ങളെ മനസ്സും പറയണത്? ശൈത്താനെ കഴിവ് എന്തിനാ പെരുപ്പിച്ച് കാണിക്കുന്നത്? പെരുപ്പിച്ച് കാണിച്ചാൽ പ്രശ്നമാണ്. പക്ഷെ ഉള്ളത് പറഞ്ഞാൽ പ്രശ്നമില്ല എന്നപ്പോൾ നിങ്ങളെ മനസ്സും പറയുന്നുണ്ടല്ലോ. മാത്രമല്ല വിശുദ്ധ ഖുർആന്റെ വചനം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന ശൈത്വാന ലയൂഹൂന ഇലാ ഔലിയാഇഹിം, പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് സന്ദേശം നൽകുന്നു. ഇങ്ങനെ ആയത്ത് ഖുർആനില്ലേ? അതിനർത്ഥം അതല്ലേ? അല്ലെങ്കിൽ അത് പറയാം. അതേപോലെ ശൈത്താനും അനുയായികൾ നമ്മളെ കാണുന്നു. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, പിശാചും അവൻ്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നു, നിങ്ങൾ അവരെ കാണുന്നില്ല. ഖുർആനില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, ഒന്നിൻ്റെ കൂടെ 100 കളവുകൾ കൂട്ടിച്ചേർത്ത് ജോത്സന്റെ കാതിൽ വന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കുമെന്ന ഹദീസ് സ്വഹീഹല്ലേ? അല്ലെങ്കിൽ അത് പറയാം. ബാങ്ക് കേട്ട പിശാച്ച് ഓടും, ഹദീസ് സ്വഹീഹല്ലേ? അൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച്ച് വിരണ്ടോടും. വൈകുന്നേരം ബിസ്മി ചൊല്ലി വാതിലടച്ചാൽ പിശാച്ച് പിന്തിരിഞ്ഞു പോകും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ കൂടെ കഴിക്കും. ബിസ്മി ചൊല്ലിയാൽ ലാ മബീത ലക്കും വലാ അശാ, നിങ്ങൾക്ക് ഇനി ഇവിടെ താമസ സ്ഥലമില്ല, ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പോകും. ഹദീസ് സ്വഹീഹല്ലേ? അപ്പോൾ ഈ ഹദീസുകൾ ഉണ്ട് എന്ന് പറയൽ ഇയ്യാക നസ്തഈനെതിരാണ് എന്നതാണ് അബ്ദുസ്സലാം സുല്ലമിൻ്റെ വാദം. അതുകൊണ്ടാണ് മൂപ്പര് ഒരുപാട് ഹദീസ് ദഈഫ് ആക്കിയത്. നമ്മൾ പറഞ്ഞു ദഈഫ് ആക്കാൻ പാടില്ല. ദഈഫ് ആണെങ്കിൽ അത് പറയാം. ദഈഫ് ആണെങ്കിൽ ദഈഫ് എന്ന് പറയാന്നല്ലാതെ ദഈഫ് ആക്കുന്ന പരിപാടി അത് ശരിയല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് ഒരിക്കലും വിരുദ്ധമല്ല. പിശാചിനെ പൂജിച്ചവർക്ക് പിശാച് ചില ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും എന്നത്. പിശാചിനോട് തേടിയാൽ പിശാച് ഉത്തരം ചെയ്യും എന്നല്ല. പിശാചിനോട് തേടിയാൽ പിശാച് ഉത്തരം ചെയ്യുമെന്നല്ല, മറിച്ച് പിശാചിനെ പൂജിക്കുന്നവർക്ക് പിശാച് ചില ഉപകാരങ്ങൾ ചെയ്യും എന്നാണ്. അത് സത്യമാണ്. അത് പിശാചു മാത്രമല്ല, ഒരു മനുഷ്യദൈവത്തെ പൂജിക്കുന്നവന് ആ മനുഷ്യദൈവം പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. ഒരു നേതാവിൻ്റെ പിന്നാലെ കൂടിയവന് ആ നേതാവ് പല സഹായം ചെയ്തു കൊടുക്കും. പിശാചിൻ്റെ ആവശ്യം നമ്മെക്കൊണ്ട് ശിർക്ക് ചെയ്യിച്ച് നമ്മെ നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കുക എന്നതാണ്. അതുകൊണ്ട് അതിന് തയ്യാറായി തന്നെ പൂജിക്കാൻ വരുന്ന, തന്നോട് പ്രാർത്ഥിക്കാൻ വരുന്ന, തന്നെ ആരാധിക്കാൻ വരുന്ന, തൻ്റെ ഭക്തനായി മാറുന്ന ഒരുത്തന് അവൻ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവൻ്റെ തേട്ടത്തിന് ശൈത്താൻ ഉത്തരം ചെയ്യും എന്നല്ല.
ഇവൻ്റെ പ്രാർത്ഥനയ്ക്ക് ശൈത്വാൻ ഉത്തരം ചെയ്യുമെന്നല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ല മാത്രം. തേട്ടം കേട്ട് ഉത്തരം ചെയ്യുന്നവൻ അല്ല മാത്രം. ഒരു ശൈത്താനും ഉത്തരം ചെയ്യില്ല, ഒരു ജിന്നും ഉത്തരം ചെയ്യില്ല, ഒരു മലക്കും ഉത്തരം ചെയ്യില്ല, ഒരു മനുഷ്യനും ഉത്തരം ചെയ്യില്ല. അത് പടച്ച റബ്ബ് മാത്രം. മുജീബുദ്ദുആ അല്ല മാത്രം, സമീഉദ്ദുആ അല്ല മാത്രം. എന്നാൽ തന്നെ പൂജിക്കുന്നവന് തന്നെ കൊണ്ട് കഴിയുന്ന അവൻ്റെ കഴിവിൽപ്പെട്ട അവൻ്റെ പ്രകൃതത്തിൽപ്പെട്ട വല്ലതും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതവൻ ചെയ്തു കൊടുക്കും. എന്തിന്? ആ ശിർക്കിൽ അവനെ ഉറപ്പിച്ചു നിർത്താൻ, ആ കുഫറിൽ അവനെ ഉറപ്പിച്ചു നിർത്താൻ, ആ തിന്മയിൽ അവനെ ഉറപ്പിച്ചു നിർത്താൻ, അങ്ങനെ നരകത്തിലേക്ക് അവനെ കൊണ്ടുപോയി ചാടിക്കാൻ എന്നതാണ് പ്രമാണം പഠിപ്പിച്ചത് എന്നതാണ് വസ്തുത. മൗലവി, സംഗതി വിഷയത്തിലേക്ക് നിങ്ങളെ വരുന്നില്ല. ആരാധന തന്നെയാണ് പ്രാർത്ഥന. സംഭവം ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്ത പൂജ എന്താണ്? പ്രാർത്ഥനയല്ലേ? അപ്പം ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ജിന്നുകൾ ഉത്തരം നൽകും. ഇത് ഈ ഖുർആൻ ആയത്തിന് എതിരല്ല. എന്തിനാണ് വെറുതെ ന്യായീകരിക്കുന്നത്? അത് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് ആ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇനിയെങ്കിലും തിരിച്ചാൽ പോരെ. ഇതിനെ വെറുതെ വലിച്ചു നീട്ടി ഈ ജനങ്ങളെ മുഴുവൻ ശിർക്കിൽ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മുജാഹിദിൽ വന്നിട്ട് ഖബർ പൂജനെ കുറിച്ചൊക്കെ ഖബർ പൂജിക്കാൻ പ്രശ്നമില്ല, ജാറം കെട്ടിപ്പൊക്കണീന് പ്രശ്നമില്ല എന്ന് നാസർ സുല്ലമീനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ നാസർ സുല്ലമിയെ നിങ്ങൾ എന്തുകൊണ്ട് മാതൃസംഘടനയിലേക്ക് എന്ന CD-യിൽ അദ്ദേഹം പറയുന്ന ഫുള്ള് നിങ്ങളുടെ ഈ വാദം തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നേരിട്ട് നടത്തിയ പരിപാടിയായിരുന്നു ചേരിപ്പറമ്പ് മുഖാമുഖത്തിൽ. ആ മുഖാമുഖത്തിൽ ഇയാളെ തന്നെ മൈക്ക് പിടിക്കാനാക്കുകയും ഈ ചോദ്യകർത്താവിൻ്റെ ചുണ്ടും മൈക്കും പാടെ കൂട്ടിക്കുത്തുകയും അയാൾ ചെയ്തു. ഇയാളെ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് കണ്ടിട്ടാണ്, എന്ത് കൊണ്ട് മാതൃസംഘടനയിലേക്കാണല്ല, എന്ത് കണ്ട് മാതൃസംഘടനയിലേക്കാണ് അയാൾ പോയത് എന്ന്. അതുപോലെ തന്നെ വിഷയം ആരാധന എന്നാണ്. ആയത്തിൻ്റെ അർത്ഥം ആരാധന. സക്കരിയ സൊലാഹി പറഞ്ഞതും ആരാധന. ആ വിഷയത്തിലാണ് പ്രശ്നം. ഇല്ലെങ്കിൽ അത് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ന്യായീകരിച്ച് ഇനിയും സമയം കളയേണ്ട ആവശ്യമില്ല, വേറൊരാൾക്ക് അവസരം കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് തന്നെ ചോദിക്കാം. തെറ്റു പറ്റിയിട്ടില്ല എന്നാ പറഞ്ഞത്. തെറ്റു പറ്റിയിട്ടില്ല, അതാണ് വസ്തുത. ആരാധന തന്നെ, അതാണ് ഞാനും പറഞ്ഞത്. ആരാധിച്ചാൽ, പൂജിച്ചാൽ, പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ. പിശാചിനെ ആരാധിക്കുന്ന, പിശാചിനെ പൂജിക്കുന്ന, പിശാചിനോട് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ശിർക്ക് ചെയ്യുന്ന, ശൈത്താനെ പൂജകനായി നിൽക്കുന്ന ആളുകൾ അതാരാ? ഒന്ന് സിദ്ധന്മാർ, തങ്ങന്മാർ, ബീവിമാർ, ഹോജമാർ, അതേപോലെ പണിക്കന്മാർ, കണക്കന്മാർ തുടങ്ങിയവരൊക്കെ പിശാചിനെ പൂജിക്കുന്നവരാണ്, പിശാചിനെ ആരാധിക്കുന്നവരാണ്, അവരോട് പ്രാർത്ഥിക്കുന്നവരാണ്. ഈ ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ പിശാചിന് കഴിയില്ല. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ല മാത്രം. സമീഉദ്ദുആ അല്ല മാത്രം, മുജീബുദ്ദുആ അല്ല മാത്രം. അതുകൊണ്ട് ഇവൻ്റെ ദുആക്ക്, ഇവൻ്റെ ആരാധനയ്ക്ക്, ഇവൻ്റെ പൂജയ്ക്ക് ഉത്തരം ചെയ്യാൻ പിശാചിനാവില്ല. എന്നാൽ പിശാചിനെ കൊണ്ട് സാധിക്കുന്ന ചില ഉപകാരങ്ങൾ അവൻ്റെ സിസ്റ്റത്തിൽപ്പെട്ട, അവൻ്റെ കാര്യകാരണ ബന്ധത്തിൽപ്പെട്ട, അവൻ്റെ പ്രകൃതത്തിൽപ്പെട്ട വല്ലതും ചെയ്തു കൊടുക്കാനാകുമെങ്കിൽ അവൻ ചെയ്തു കൊടുക്കുന്നു. അതൊരിക്കലും ഇവൻ്റെ പൂജക്കുള്ള ഉത്തരമല്ല, അതൊരിക്കലും തേട്ടത്തിനുള്ള ഉത്തരമല്ല, അതൊരിക്കലും പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമല്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം റബ്ബിൽ എന്ന് മാത്രം. അതാണ് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും. ഉത്തരം ശ്രദ്ധിക്ക്. അദ്ദേഹം കേൾക്കട്ടെ, അപ്പോഴേ അടുത്ത ചോദ്യം ഉണ്ടാവുള്ളൂ. മറ്റിപ്പോൾ ചോദ്യം കഴിഞ്ഞേക്കണേ. അപ്പോൾ ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേൾക്കുമെന്ന് വെച്ചാൽ തന്നെ ഉത്തരം ചെയ്യില്ല. ഇതാരെക്കുറിച്ചാ? ഇമാം ഖുർത്തുബി പറഞ്ഞു, കൽ മലായികതി വൽ അംബിയാഇ വൽ ജിന്നി വശയാതീൻ. മലക്കുകൾ, അംബിയാക്കൾ, ജിന്നുകൾ, ശൈത്താന്മാർ ഇവരാരും ദുആ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. അതിനർത്ഥം ഒരു നബി ഒരാൾക്കും ഒരു സഹായം ചെയ്യൂല എന്നാ? ജീവിതകാലത്ത് ഒരു നബി ആർക്കെല്ലാം എന്തെല്ലാം ചെയ്തു കൊടുക്കും? മലക്ക് ലോകത്ത് ഒരാളെയും സഹായിക്കില്ല എന്ന അല്ലല്ലോ. മലക്കുകൾ ലോകത്ത് പലരെയും സഹായിക്കുന്നുണ്ട്. അതിന് പ്രത്യേകം അല്ല ഏൽപ്പിച്ച മലക്കുകളുണ്ട്. അല്ല ഏൽപ്പിച്ച പണിയുടെ ഭാഗമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ മലക്ക് ദുആ കേൾക്കുമോ? ആ മലക്ക് ദുആക്ക് ഉത്തരം ചെയ്യുമോ? ഒരിക്കലുമില്ല.
എന്ന പോലെ വൽ ജിന്നി വശയാത്തീൻ, ജിന്നും പിശാചുക്കളും അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവർ പലർക്കും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ജ്യോത്സ്യന്മാരെ സഹായിക്കുന്നു. ആ സഹായമാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഏത് ജ്യോത്സ്യന്മാരെ കുറിച്ച് പറഞ്ഞത്? അവിടെ നബിതങ്ങൾ പറഞ്ഞു, അവരെന്ത് ചെയ്യും? അവർ വന്ന് കാതിൽ മന്ത്രിച്ചു കൊടുക്കും. മുഹമ്മദ് അമാനി മൗലവിയുടെ ശ്രദ്ധിക്കണില്ല, കേൾക്കി ചോദ്യം ചോദിക്കാൻ മാത്രമല്ലേ, നിങ്ങൾ ചോദിക്കും വേണം, പള്ളക്ക് കുത്താനും പാടില്ല, അവനെ കേൾക്കണ്ടേ? രണ്ട് കലിബില്ലല്ലോ, കലിബ് ഒന്നല്ലേ ഉള്ളൂ. മുഹമ്മദ് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം, ആ പുസ്തകത്തിൻ്റെ 430 പേജിൽ ഈ ഹദീസ് കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, ചില ആളുകൾ നബിയോട് പ്രശ്നക്കാരെ പറ്റി ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അവർ ഒന്നുമല്ല. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ചില അവസരങ്ങളിൽ അവർ ചിലതൊക്കെ പറയുന്നത് ശരിയാകുന്നുണ്ടല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിയാകുന്ന ആ വാക്ക് ജിന്ന് കവർന്നെടുത്ത് അതിൻ്റെ ബന്ധുവിൻ്റെ ചെവിയിൽ കോഴി കുറുകുന്ന പോലെ കുറുകി മന്ത്രിച്ച് കൊടുക്കുന്നതാണ്. 100ലധികം കളവുകൾ, 100ലധികം കള്ളം അതിൽ കൂട്ടിച്ചേർത്തിട്ടുമുണ്ടാകും. ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി എന്നിട്ട് പറയാ, അയാൾ പറയുന്ന പലതും ഒത്തുകാണുന്നല്ലോ എന്ന ന്യായീകരണത്തിൽ പ്രശ്നക്കാരെയും ഗണിതക്കാരെയും മിനുക്കിക്കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കും പ്രശ്നം നോക്കാൻ പാടില്ലെങ്കിൽ എങ്ങനെയാണ് പ്രശ്നക്കാരും ഗണിതക്കാരും ചില കാണാക്കാര്യങ്ങൾ പറയുന്നതും അത് ഒത്തുവരുന്നതുമെന്ന് സംശയിക്കുന്നവർക്കും നബിയുടെ മറുപടി ശ്രദ്ധേയമാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്ക് മറുപടി, ഒന്ന് ജ്യോത്സ്യന്മാർക്ക് ഇവരൊക്കെ നല്ലവരാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കിത് മറുപടിയാണ്, ഇതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല, ഓർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസമുണ്ടെങ്കിലോ അവർക്കും നബിയുടെ ഈ മറുപടി ശ്രദ്ധേയമാണ്. കാരണം എന്താ? ഓല് പറയുന്ന കാര്യം ഓല് സ്വാലിഹീങ്ങളായതുകൊണ്ടല്ല, ഓല് ഔലിയാക്കന്മാരായതുകൊണ്ടല്ല, ആ തങ്ങൾ മറഞ്ഞ കാര്യം മറഞ്ഞിട്ടല്ല, അതുകൊണ്ട് ഓലെ വിശ്വസിക്കാൻ പോകണ്ട. പിന്നെ പറഞ്ഞതെങ്ങനെയാ? അത് ജിന്ന് കവർന്നെടുത്ത വാക്ക് അതിൻ്റെ കൂടെ 100 കളവ് കൂട്ടിച്ചേർത്ത് അവൻ്റെ കാതിൽ വന്ന് കോഴി കുറുകി മന്ത്രിക്കുന്നത് പോലെ കുറുകി മന്ത്രിച്ചു കൊടുക്കുന്നു എന്നാണ്. അതിന് ഉപോത്ബലകമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആ ആയത്ത്, അഥവാ പരസ്പരം ഞങ്ങൾ സുഖമെടുത്തു എന്ന് പറയുന്ന ആയത്തും സമാനമായ ആയത്തും വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതുന്നു, പരലോകത്ത് വെച്ച് നടക്കാൻ പോകുന്ന ഈ സംഭവം അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നതില്ലെന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. ജിന്നുകളിൽ നിന്നുള്ള പിശാചുക്കൾ മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ നടത്തുന്ന ഭഗീരഥ ശ്രമങ്ങൾ വളരെ അധികം മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നതിൽ വിജയിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ലോക ജീവിതത്തിൻ്റെ ലഹരിയിൽപ്പെട്ട് തമ്മിൽ ആസ്വദിച്ചുകൊണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അവർ പരലോക ജീവിതത്തെ മറന്നുകൊണ്ട്, പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകൾ മറന്നുകൊണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ചു കൊണ്ട് ജീവിതത്തിൻ്റെ ഫലമായി പരലോക ജീവിതത്തിൽ അറ്റമില്ലാത്ത ഖേദത്തിൽ അകപ്പെടുകയാണ്. എന്നാൽ ഇവിടെ തമ്മിൽ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ആസ്വദിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇസ്തിംതാഴ്. ഈ ഇസ്തിംതാഴ് പല വിധത്തിലുമുണ്ട്. പിശാചിൻ്റെ മിത്രങ്ങളുടെ ബ്രാക്കറ്റിൽ ഔലിയാ ഉശൈത്വാൻ, പിശാചിൻ്റെ മിത്രങ്ങളുടെ നിലവാരമനുസരിച്ച് ഈ പരസ്പര ബന്ധത്തിൻ്റെ നിലവാരവും സാധാരണ നിലക്ക് പൈശാചിക പ്രേരണയ്ക്ക് വശംബദ്ധരായി കളവ്, വ്യഭിചാരം, ചൂതുകളി, മദ്യപാനം മുതലായ പാപങ്ങളിൽ വ്യാപൃതരാകുന്ന പിശാചിൻ്റെ താഴേക്കിടയുള്ള മിത്രങ്ങൾക്ക് കിട്ടുന്ന ആസ്വാദനവും ഉപകാരവും ആ പാപങ്ങളിൽ നിന്നും കിട്ടുന്ന ആസ്വാദനങ്ങളും ഉപകാരങ്ങളും പരിമിതമാണ്. ഒരു മുച്ചീട്ട് കളിക്കാരന് അല്ലെങ്കിൽ മദ്യപാനിക്ക് അല്ലെങ്കിൽ സ്ഥിരം കള്ളന് അവൻ്റെ പിശാചിൻ്റെ പ്രേരണയ്ക്ക് വിധേയനായി അവൻ പ്രവർത്തിക്കുമ്പോൾ പിശാച് അത് ആസ്വദിക്കുന്നു, അവനും ആസ്വദിക്കുന്നു. അവന് ആ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ സാധിക്കാത്തവണ്ണം പിശാച് അവനെ പ്രേരിപ്പിച്ചും കൊണ്ടിരിക്കുന്നു. ആ പ്രേരണ ചെലുത്തുന്നതിൽ പിശാചിന് ആസ്വാദനമുണ്ട്. അതിൽ അവൻ വിജയിക്കുമ്പോൾ മനുഷ്യനും ഒരു പൈശാചിക ആസ്വാദനം ലഭിക്കുന്നു. ഇതാണ് ഈ ഇസ്തിംതാഴ്. അപ്പോൾ പിശാചിനെ പൂജിക്കാത്തവന് ആ നിലക്കുള്ള ഇസ്തിംതാഴ്, പൂജിച്ച് പിശാച് സ്വന്തക്കാരായി മാറിയവന് ആ നിലക്കുള്ള ഇസ്തിംതാഴ്. അതാണ് റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വാദനമെടുത്തു, ഉപകാരമെടുത്തു എന്ന് പരലോകത്ത് വെച്ച് അവർ പറയുന്നത്. അപ്പോൾ ദുആക്ക് ഉത്തരം ചെയ്യുകയല്ല, തേട്ടത്തിന് ഉത്തരം ചെയ്യുകയല്ല,
മറിച്ച് തന്നെ വിളിച്ച് തേടുന്ന, തന്നോട് പ്രാർത്ഥിക്കുന്ന, തന്നെ പൂജിക്കുന്ന, തന്നെ ആരാധിക്കുന്ന ശിർക്കിലകപ്പെട്ട മനുഷ്യന് തന്നെ കൊണ്ട് കഴിയുന്ന ചില തൽക്കാല സഹായങ്ങൾ, അവൻ്റെ കാര്യകാരണ ബന്ധത്തിൽപ്പെട്ട ചില സഹായങ്ങൾ, അവനെ കൊണ്ട് സാധിക്കുന്ന ചില എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ അവൻ ചെയ്തു കൊടുക്കും. അത് പ്രമാണം പരിചയപ്പെടുത്തിയതാണ്. അത് പറയുന്നിടത്ത് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. അതുകൊണ്ട് അബദ്ധം പറ്റിയെന്ന് പറയണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും അത് നടക്കൂല. പിന്നെ മാത്രമല്ല, നാസസുല്ലമി വന്നപ്പോൾ എന്തിനാ നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചതെന്നാ, അത് നിങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, എന്ത് കണ്ട് അങ്ങോട്ട് പോയി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്, അത് ഞങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം ഇങ്ങോട്ട് വന്നത് പലതും കണ്ടിട്ടായിരുന്നു, പലരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടായിരുന്നുവെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. വന്നപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു അദ്ദേഹം വന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കി. പക്ഷെ വന്നധികം കഴിയാതെ ആ കാര്യങ്ങൾ ബോധ്യമായി. അതുകൊണ്ടാണല്ലോ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ചരിത്രം കൂടി അദ്ദേഹത്തിനുണ്ട്. സാധാരണ ഏത് മനുഷ്യനും ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും എവിടെ നിന്നാലും അവസാനം അതൊക്കെ അവസാനിച്ച് തിരിച്ചു പോകുമ്പോൾ നല്ല നിലയ്ക്കൊരു യാത്രയപ്പ് കൊടുക്കും. അതും കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണല്ലോ. യാത്രയപ്പ് റിയാദിൽ അദ്ദേഹത്തിന് വേണ്ടി സംഘടിപ്പിച്ച സെൻഡ് ഓഫ് യാത്രയപ്പ് യോഗത്തിൽ പോലും കിട്ടിയ തല്ല് എത്രയെന്ന് മൂപ്പർ ചോദിച്ചാൽ മതി. ആ തല്ലും കിട്ടിയിട്ട് ആ മൂപ്പർ അവിടുന്ന് ഇങ്ങോട്ട് എക്സിറ്റ് അടിച്ച് പോരുന്നത്. അപ്പോൾ അവിടെ മുതൽ ഏകദേശം മുജാഹിദിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ എന്തോ കണ്ടുവന്നതാണ് എന്നത്. അത് ഞങ്ങളും അംഗീകരിക്കുന്നു. ഉപചോദ്യം ചോദിക്കണതിൽ പ്രയാസമുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നോ, വിഷയത്തിലേക്ക് വരുന്നില്ല, ആവശ്യമില്ലാത്ത സംഗതി കൂടി പോവാ. പൂജക്കുള്ള ഉത്തരമില്ലെങ്കിൽ അങ്ങനെ താങ്കൾ മനസ്സിലാക്കിയത്, പൂജയ്ക്ക് അള്ളാഹുവിനെ അല്ലാതെ ആരെ നിങ്ങൾ പൂജിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുകയില്ലായിരുന്നു. അള്ളാഹുവിനെ അല്ലാതെ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, ആരോട് നിങ്ങൾ പൂജ നടത്തിയിട്ടും കാര്യമില്ല, ഉത്തരം ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പിശാചിനെ പൂജിച്ചാൽ ഉത്തരം കിട്ടും എന്നതിന് തെളിവിങ്ങനെ നിരത്തിയും കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് എത്രയേ നിരത്തണം. എന്തിനാ ഈ ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ എടുത്തുങ്ങാണ്ട് വായിക്കേണ്ട ആവശ്യം? ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ തന്നെ പ്രസംഗിച്ചതന്നെ അത് തന്നെ നേർവിപരീതമാണ്. ഇയ്യാക്കൻ അവധു അയ്യാക്കൻ സ്തൈൻ അദ്വാവു വല്ലിബാദ എന്ന സംഗതിനെ കുറിച്ച് കണ്ടാണ് പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ പിശാച് കേൾക്കുന്നില്ലേക്ക് സമർത്ഥിക്കാനായിട്ട് മെനക്കെട്ടിട്ട് കാര്യമല്ല. ഈ വിഷയത്തിൽ നമ്മൾ 10 വർഷത്തോളമായി നിങ്ങളെ ഈ ജിന്നി വിഭാഗത്തിൻ്റെ മറ്റേ സിഹർ വിഭാഗത്തിൻ്റെ പിന്നാലെ കൂടിയിട്ട് എത്ര പ്രാവശ്യം സൈക്കിൾ എടുത്ത് കൂടിയിട്ടും ഉത്തരം കിട്ടുന്നില്ല. ലാസ്റ്റ് ഈ അനസ് മുസ്ലിയാർ വേറിട്ട് പോയിട്ട് ഈ 2-ാം തീയതി വരാമെന്ന് പറഞ്ഞിരുന്നു. ഈ 2-ാം തീയതി വരാമെന്ന് പറഞ്ഞപ്പോൾ 1-ാം തീയതി അനസ് മുസ്ലിയാരെ വിളിച്ചു നോക്കുമ്പോൾ ആ ISM ഞങ്ങളെ പിരിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ ഈ അനസ് മുസ്ലിയാർ ഇപ്പോൾ ശരിക്കും ISM പിരിച്ചു വിട്ടിട്ട് അനസ് മുസ്ലിയാരാണ് വൈസ് പ്രസിഡന്റ് പോരും. ഇങ്ങോട്ടും അടുത്ത കമ്മിറ്റി ഏറ്റെടുത്തിട്ടില്ല എന്നൊക്കെ ഊരാങ്കളി കളിച്ചാണ്. പക്ഷേ ഇതുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൽ എത്രയോ കാലമായി ഞങ്ങളുടെ പണ്ഡിതന്മാർ ജമിയത്തുലമ നേരിട്ട് നിങ്ങൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സംവാദത്തിനുണ്ടോ? ഇതുവരെ നിങ്ങൾ തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ സംഘടന ഇല്ലാതെ നിങ്ങൾ തയ്യാറാവുന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉപചോദ്യം ചോദിക്കാനുള്ള പ്രയാസം എന്താണെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. ഉപദം ചോദിക്കാൻ പ്രയാസം ഉണ്ടെന്നാണ് ഉപരി പറഞ്ഞത്. നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞാൽ എന്താ എത്രയും ചോദിക്കാൻ അവസരം തരുന്നതാണ്. അത് ഇഷ്ടം പോലെ തരാമെന്നാണ് പറഞ്ഞത്. ഇഷ്ടം പോലെ തരാം. നിങ്ങൾ തന്നെ ഇനിയും ചോദിക്കണം. ഈ വിഷയം ഞാൻ അപ്പുറം പറഞ്ഞു അതും ചോദിക്കണം. ഇപ്പോൾ ഏകദേശം നിങ്ങൾ എന്ത് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും പൂജയ്ക്കുള്ള ഉത്തരമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പൂജയ്ക്കുള്ള ഉത്തരമല്ല, പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണത്. ഇനി നിങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കട്ടെ, സുഹൃത്തെ, അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. അത് നമ്മൾ പറഞ്ഞത് ഞാൻ കേൾക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആവർത്തിച്ച് പൂജയ്ക്ക് ഉത്തരം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പരിപ്പോൾ അവസാനം എന്താ ഉത്തരം കിട്ടും നിങ്ങൾ പറഞ്ഞു എന്ന്. അത് നിങ്ങൾ ശല്യപ്പെടുത്തിയില്ല. മൂപ്പർ സ്വസ്ഥമായി നിന്ന് കേൾക്കട്ടെ. എനിക്ക് പ്രതീക്ഷ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ. അനസ് മുസ്ലിയാരെ പോലെ അല്ല ഏതായാലും നമ്മളെ മുഖാമുഖം, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇയ്യാക്കൻ സ്തഈൻ, റബ്ബേ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം അർത്ഥിക്കുന്നു, സംശയമില്ല. അത് എങ്ങോട്ടും തിരിച്ചു വിടാൻ പാടില്ല. അത് റബ്ബിലേക്ക് മാത്രം. കാരണം ആ ഇബാദത്ത് സ്വീകരിക്കുവാനും ആ തേട്ടം കേൾക്കുവാനും ആ തേട്ടത്തിന് ഉത്തരം ചെയ്യുവാനും പടച്ച റബ്ബിന് മാത്രമേ കഴിയൂ. കാരണം അവനാണ് മുജീബുദ്ദുആ, അവനാണ് സമീഉദ്ദുആ, അവനാണ് ദുആ കേൾക്കുന്നവൻ, അവനാണ് ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ. അല്ലാത്ത ഒരാളും ദുആ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. അതിന് തഫ്സീർ ഖുർത്തുബി അടക്കം ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളൂ. എന്താ പറഞ്ഞത്? ഉത്തരം ചെയ്യില്ല. ആര്? കൽ മലായികത്തി
വൽ അംബിയാഇ വൽ ജിന്നി വശയാത്തീൻ. ഇവരാരും തേട്ടം കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. അതന്നെ അപ്പോഴും ഇപ്പോഴും പറഞ്ഞത്. ഈ 10 കൊല്ലം നിങ്ങൾ റോട്ടിലിറങ്ങി ഞങ്ങൾക്കെതിരെ ഇത് ആരോപിച്ചപ്പോൾ അന്നും ഞങ്ങളെല്ലാം പറഞ്ഞത് ഇത് തന്നെയാണ്. അതാണ് കടവത്തൂരും പറഞ്ഞത്, അതാണ് എല്ലാ സ്ഥലത്തും പറഞ്ഞത്, അത് തന്നെയാണ് ഇനിയും പറയാനുള്ളത്. പിരിച്ചു വിട്ടാലും വിട്ടില്ലെങ്കിലും പറയാനുള്ള ഉത്തരം അത് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ മൂപ്പരുടെ പ്രയാസം സംവാദത്തിന് വെല്ലുവിളിച്ചു സ്വീകരിച്ചില്ല എന്നാ. അതിന് കാരണം എന്ത് എന്ന് നിങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ ജമിയത്തുലമയുടെ പേരിൽ നിങ്ങൾക്ക് ഞങ്ങൾ വെല്ലുവിളിച്ച് കത്ത് തന്നു നിങ്ങൾ സ്വീകരിച്ചില്ല, അത് ശരിയാ. കാരണം നിങ്ങളുടേത് ജമിയത്തുലമയായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, നിങ്ങളുടെ ജമിയത്തുലമയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് KJU എന്ന പേരിൽ കത്ത് ഇങ്ങോട്ട് KJUവിന് ഫ്രം KJU ടു KJU ഇത് നമ്മൾ സ്വീകരിച്ച് കിട്ടിയ എന്തായി? ഓൾത് KJU ആണ് എന്നതിന് ഒരു പിടുത്തം കിട്ടിയല്ലോ. അപ്പോൾ കോടതി എന്ത് പറയാ? ഞങ്ങളത് KJU ആണെന്ന് ഒരു സമ്മതിച്ചിട്ടുണ്ട്, രേഖ ഇതാ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അത് അവിടെ എടുത്തേക്ക്. KJU അല്ലാതെ അബ്ദുസ്സലാം സ്വലമി വ്യക്തിപരമായിട്ട് തയ്യാറുണ്ടോ? ഞാൻ റെഡിയാ. ഇത്രയും ആളെ സാക്ഷിയാക്കാ പറഞ്ഞത്. ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ വിഷയത്തിലോ സമാനമായ വിഷയത്തിലോ, സിഹിറോ കണ്ണേറോ ജിന്നോ ശൈത്താനോ ഈ പറയപ്പെട്ട സംഗതികളോ, അതിൽ അബ്ദുസ്സലാം സ്വലമി തയ്യാറാണോ? ഈ ഉള്ള ഞാൻ തന്നെ മതി, വേറെ ആരും വേണ്ട. ഇതിൽ സക്കറിയ സുലായും അതിനപ്പുറമുള്ളൊന്നും ആവശ്യമില്ല, ഇത്ര പോലെ ഞാൻ തന്നെ ആവശ്യമുള്ളൂ. ഇനി അതിനപ്പുറത്ത് കരിമ്പിയാക്കൽ തയ്യാറാണോ ചോദിച്ചോളൂ. നിങ്ങൾ അലി മദനി തയ്യാറാണോ ചോദിച്ചോളൂ. മൻസൂർ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം വേറെയാണ്.